ഹലോ, എല്ലാവർക്കും മോണോലൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മണികണ്ഠൻ, SAP Business One ഫങ്ഷൻ കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SAP Business Oneൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇൻ SAP Business One, ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇൻ SAP Business One. ഈ 4 പോയിൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. കാരണം ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാവുക. സിമ്പിളാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് എ ബിസിനസ് സച്ച് ആസ് അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ്. അതായത് ഒരു കമ്പനിയുടെ അസറ്റ് ഉണ്ടാവും, ആ കമ്പനിക്ക് അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും. ഇത്ര പോരം. ഈ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ലിസ്റ്റ് ആയിട്ടുണ്ടാവും. പല തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ടാവും അതിൻ്റെ അണ്ടറിൽ. അതിൻ്റെ എല്ലാം ടോട്ടൽ ലിസ്റ്റാണ് ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു കമ്പനിയുടെ കോറായിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണത്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് ടോട്ടലി അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രാൻസാക്ഷനാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. took a bank loan as cash from ABC Bank. അതായത് ABC ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുക്കുകയാണ്, ക്യാഷ് ആയിട്ട് ലോൺ എടുക്കുക. അപ്പോൾ അതിനൊരു എൻട്രി, ജേണൽ എൻട്രി അക്കൗണ്ടിങ് സ്ട്രക്ചർ പ്രകാരം നമ്മൾ ഒരു കമ്പനിയിൽ എൻട്രി ചെയ്യുന്ന സോഫ്റ്റ്വെയർ ത്രൂ അല്ലെങ്കിൽ മാനുവലിയോ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ഇതിന് പ്രോപ്പർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രോപ്പർ അനാലിസിസും ഇല്ലാൻ വേണ്ടിയിട്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ, ഒരു ബാങ്ക് ലോൺ ക്യാഷ് ആയിട്ട് ബാങ്ക് ലോൺ എടുത്തതിന് നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ വരും അല്ലേ, ജേണൽ എൻട്രി വരും. അതാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു 50,000, ABC ബാങ്ക് ലോൺ ക്രെഡിറ്റ് ടു 50,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാഷായിട്ട് 50,000 കിട്ടിയിട്ടുണ്ട്, ബാങ്ക് ലോണായിട്ട് ഒരു 50,000 നമുക്ക് ലയബിലിറ്റി ഉണ്ട്, കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് അസറ്റാണ്. ബാങ്കിൽ നിന്നും നമ്മുടെ കയ്യിലേക്ക് വന്ന ഒരു അസറ്റാണ് ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് ABC ബാങ്ക് ലോൺ. ABC ബാങ്ക് ലോൺ എന്നുള്ളത് നമുക്കൊരു ലയബിലിറ്റിയാണ്. കാരണം ആ ബാങ്ക് ലോൺ നമ്മൾ കൊടുത്തു തീർക്കാനുള്ളതാണ്, അത് നമുക്കൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ലെഡ്ജർ വന്നു അല്ലേ. അസറ്റിൻ്റെ അണ്ടറിൽ ഒരു ലെഡ്ജർ വന്നു, ലയബിലിറ്റിൻ്റെ അണ്ടറിൽ ഒരു ലെഡ്ജർ വന്നു. അസറ്റിൻ്റെ അണ്ടറിൽ ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ വന്നു, ലയബിലിറ്റിക്ക് അണ്ടറിൽ ABC ബാങ്ക് ലോൺ എന്നുള്ളൊരു ലെഡ്ജർ വന്നു. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. ഗേവ് 1,000 rupees ക്യാഷ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. ഓക്കെ, കമ്പനിയുടെ ആവശ്യത്തിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 1000 രൂപ കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ജേണൽ എൻട്രി വരും. അതാണ് അഡ്വർടൈസിങ് അക്കൗണ്ട് ഡെറ്റർ 1,000, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 1,000. അതായത് ഒരു എക്സ്പെൻസാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് ഒരു എക്സ്പെൻസാണ്, ഒരു ലെഡ്ജറാണ്. അതിനെ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് കണ്ടു. ദെൻ ക്യാഷ് എന്നുള്ളത് പറയുന്നത് അസറ്റാണ്. അതിനെ ഒരു ലെഡ്ജറായിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമുക്ക് 2 ലെഡ്ജർ വരുന്നുണ്ട്. എക്സ്പെൻസ് എന്നുള്ളൊരു ലെഡ്ജർ, എക്സ്പെൻസിൻ്റെ അണ്ടറിലൊരു ലെഡ്ജർ വന്നു, അസറ്റിൻ്റെ അണ്ടറിൽ നേരത്തെ കണ്ട പോലെ ഒരു ക്യാഷ് ലെഡ്ജറും വന്നു. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. 1,500 ആസ് സെയിൽസ് റവന്യൂ ഫ്രം ABC കസ്റ്റമർ. അതായത് ABC എന്ന് പറഞ്ഞ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്കൊരു 1,500 രൂപ നമുക്ക് കമ്പനിയിലേക്ക് റവന്യൂ ആയിട്ട് വരും. സെയിൽ, നമ്മളൊരു സാധനം ആ ABC കസ്റ്റമർക്ക് സെല് ചെയ്തപ്പോൾ നമുക്കൊരു 1,500 രൂപ സെയിലായിട്ട് വരും, ഒരു റവന്യൂ ഇൻകം ആയിട്ട് വരുന്നു. അതിനും നമുക്കൊരു ജേണൽ എൻട്രി ഉണ്ട്. ABC കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ 1,000, ദെൻ സെയിൽസ് റവന്യൂ അക്കൗണ്ട് ക്രെഡിറ്റ് 1,000. അവിടെ നമുക്ക് ഒരു അസറ്റ് എന്നുള്ള കസ്റ്റമർ ഒരു റവന്യൂ ലെഡ്ജർ വന്നു, സെയിൽസ് റവന്യൂ. ഓക്കെ, റവന്യൂ എന്നുള്ള ലെഡ്ജർ ഏതാ, സെയിൽസ് റവന്യൂ ആണ്. റവന്യൂ എന്നുള്ള ലെഡ്ജർ വരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി ഒരു കമ്പനിയിൽ നടക്കുന്നുണ്ട്. ക്യാഷ് കൊടുക്കുന്നു, ക്യാഷ് വാങ്ങുന്നു, സെയിൽ നടക്കുന്നു, എന്തെങ്കിലും എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നു, അസറ്റ് വാങ്ങുന്നു, ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നു, ബാങ്കിലത്തെ കടം തിരിച്ചടയ്ക്കുന്നു, ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു, ആ ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കുന്നു, വെഹിക്കിൾ റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ പെർട്ടിക്കുലർ ഹെഡിലേക്ക്, പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് നമ്മളിങ്ങനെ എൻട്രി ഇട്ട് പോകും. അപ്പോൾ ഇതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SAP Business Oneൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ളൊരു ഏരിയ യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ ഒരു 4-5 ലെഡ്ജർ നമ്മളിവിടെ കണ്ടു. ഏതൊക്കെയായിരുന്നു? ക്യാഷ് അക്കൗണ്ട് കണ്ടു, ബാങ്ക് ലോൺ അക്കൗണ്ട് കണ്ടു,
അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് കണ്ടു, പിന്നെ ഒരു കസ്റ്റമർ അക്കൗണ്ട് കണ്ടു അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ലെഡ്ജേഴ്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ മാസ്റ്ററായി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SAP ബിസിനസ് വണ്ണിൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. എന്തിനെന്ന് വെച്ചാൽ ഇത് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഗുണമുണ്ടോ? ഇല്ല. നമുക്ക് കമ്പനിയുടെ കറക്റ്റ് ഫിനാൻഷ്യൽ അനാലിസ് ചെയ്യണം, അതുപോലെ കറക്റ്റ് കമ്പനി പ്രോഫിറ്റിലാണോ ഇതിലാണോ പോകുന്നതെന്നൊക്കെ അറിയണം, പ്രോഫിറ്റിലാണോ നഷ്ടത്തിലാണോ പോകുന്നതെന്നൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇമ്പോർട്ടൻസ് വായിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് യൂസ് ടു ട്രാക്ക് ആൻഡ് ഓർഗനൈസ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിലേക്ക് കമ്പനീനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ദ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സച്ച് ആസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്. മനസ്സിലായോ? അതായത് ചാർട്ട് ഓഫ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാ? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാലൻസ് ഷീറ്റ് നമുക്കറിയുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തതായി നമുക്ക് SAP ബിസിനസ് വണ്ണിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ചാർട്ട് ഓഫ് അക്കൗണ്ട് മാസ്റ്റർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ SAP ബിസിനസ് വണ്ണിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ട പാത്താണ് ഫിനാൻഷ്യൽസ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്. നമുക്കിവിടെ രണ്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് മാസ്റ്ററുള്ളത്. ഒന്ന് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ഒന്ന് എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ക്രിയേറ്റ് ചെയ്ത ടോട്ടൽ അക്കൗണ്ട്സിൻ്റെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണോ. ടോട്ടൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിലുള്ള ഇതിൻ്റെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ കണ്ടല്ലോ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞ മാസ്റ്റർ. ആ മാസ്റ്ററിനകത്തേക്ക് നമുക്ക് പുതിയ ചാർട്ട് ഓഫ് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാനും ഓൾറെഡി ഉള്ള ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതിൻ്റെ പേരും നെയിം മാറ്റാൻ, അതിൻ്റെ പൊസിഷൻസ് മാറ്റാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ശ്രദ്ധിക്കുക, നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. SAP ബിസിനസ് വൺ അതിൻ്റെ പാത്ത് ശ്രദ്ധിച്ചല്ലോ. മൊഡ്യൂൾസ്, ഫിനാൻഷ്യൽസ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇതാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ട്രാൻസാക്ഷനിൽ പറഞ്ഞ പോലെ, നമുക്കിവിടെ അസറ്റ് ഉണ്ട്, ഒരു ഹെഡ്, ലൈബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇങ്ങനെ നമുക്കിവിടെ ഹെഡ്സ് ഉണ്ട്, കണ്ടല്ലോ. അതുകൂടാതെ നമുക്ക് അഡീഷണൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇതിന് താഴെയും പുതിയ ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യും. അതിലാണ് ഈ ASH 6, 7, 8, 9, 10 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അസറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ലെഫ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അസറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ലെഡ്ജേഴ്സ് വരുന്നുണ്ട്. ലൈബിലിറ്റിക്ക് അണ്ടറിൽ ഒരുപാട് ലെഡ്ജേഴ്സ് വരുന്നുണ്ട്. ഇക്വിറ്റിക്ക് അണ്ടറിൽ ലെഡ്ജേഴ്സ് വരുന്നുണ്ട്. റവന്യൂവിൻ്റെ അണ്ടറിൽ ലെഡ്ജേഴ്സ് വരുന്നുണ്ട്. എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ലെഡ്ജേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലെഡ്ജേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതും കമ്പനി ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുക്കുന്നതും. ഈ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് കണ്ടാൽ ഇതിന് രണ്ട് ഏരിയ ഉണ്ട്. ഒന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഏരിയ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ കണ്ടോ, ഇത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു ഏരിയയാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കാണിക്കും. ആണോ, ലെഫ്റ്റിൽ ഇങ്ങനെ കാണിക്കും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലത് ബ്ലൂ കളറിൽ കാണുന്നുണ്ട്, ചിലത് ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ട്, ചിലത് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കളറിൽ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം ഹെഡ്സാണ്. ഓക്കെ, ബ്ലൂ കളറിൽ കാണുന്നത് ഹെഡ്സാണ്. ഇവിടെ കണ്ടോ, ഈ ലെഫ്റ്റിലുണ്ടോ ടൈറ്റിൽ അക്കൗണ്ട്, അതാണ് ബ്ലൂ കളറിൽ കാണുന്നത് ഹെഡ്സാണ്. അതിൻ്റെ അണ്ടറിൽ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ആക്റ്റീവ് അക്കൗണ്ട്. നമ്മൾ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്ന അക്കൗണ്ടാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം ഹെഡ്സാണ്. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ കാണുന്നതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന. കൺട്രോൾ അക്കൗണ്ട് മീൻസ് നമ്മൾ പറഞ്ഞു SAP ബിസിനസ് വണ്ണിൽ കുറേ മാസ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ മാസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രീസ് പാസ് ചെയ്യുന്നത്. AR ഇൻവോയ്സ്, AP ഇൻവോയ്സ് എല്ലാം പാസ് ചെയ്യുന്നത്. ആ ഡോക്യുമെൻറ്റിൽ പാസ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഡോക്യുമെൻറ്റിൽ പാസ് ചെയ്യുന്നത് വാല്യൂ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ എത്തിയാലേ നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടും ആ മാസ്റ്റേഴ്സും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ലെഡ്ജേഴ്സാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അത് നമുക്ക് കൂടുതൽ ഓരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഇങ്ങനെയാണ് അപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് SAP ബിസിനസ് വണ്ണിൽ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ലെവൽസ് പറയുന്നുണ്ട്. അതായത് ഞാൻ ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ലെഫ്റ്റിൽ ലെവലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് അസറ്റ് ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് അതിൽ ലെവൽ 1, അതിന് താഴെ നോൺ കറൻറ്റ് അസറ്റ് ക്ലിക്ക് ചെയ്തു ലെവൽ 2, അതിന് താഴെ ഫിക്സഡ് അസറ്റ് ക്ലിക്ക് ചെയ്തു ലെവൽ 3, അതിന് താഴെ ടാഞ്ചിബിൾ അസറ്റ് ക്ലിക്ക് ചെയ്തു ലെവൽ 4, അതിന് താഴെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു ലെവൽ 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ 1 2 3 4 5 നമുക്കിവിടെ 10 ലെവൽ വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ശരിക്കും ഇങ്ങനെ ഗ്രൂപ്പിങ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫിനാൻഷ്യൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും റിപ്പോർട്ട്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട്സിൻ്റെ ബാലൻസ് ഷീറ്റ്, P&L, ട്രയൽ ബാലൻസ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് സമ്മറി പെട്ടെന്ന് കിട്ടും. മനസ്സിലായി? ഇതിലൊരു 1000 ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിൽ ഈ 1000 ലെഡ്ജർ നമുക്ക് നോക്കണമെന്നില്ല. ഇതിൻ്റെ എല്ലാം ഹെഡ്സ് നോക്കിയാൽ നമുക്ക് അതിൻ്റെ സമ്മറി പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രൂപ്പിങ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ഒരു പുതിയൊരു ലെഡ്ജർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഈ എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ട പോലെ ഓരോ ഹെഡും ഇവിടെ കിട്ടും. അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ, എക്സ്പെൻഡിച്ചർ. നമുക്ക് ഏതിൻ്റെ അണ്ടറിലേക്കാണോ പുതിയ ലെഡ്ജർ വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളൊരു ലെഡ്ജർ ഉണ്ട്. ഇത് കൂടാതെ ടാഞ്ചിബിൾ അസറ്റിൻ്റെ അണ്ടറിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ വേണം. അതായത് ഇവിടെ 1 2, അതായത് ഈ നമ്പർ എൻഡ് ചെയ്യുന്നുണ്ടല്ലേ, 1ലാണ് എൻഡ് ചെയ്യുന്നത്, 2ൽ എൻഡ് ചെയ്യുന്നു, 3ൽ എൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ളൊരു ലെഡ്ജർ വേണം. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ അസറ്റിൻ്റെ അണ്ടറിൽ അസറ്റ് ടിക്ക് ചെയ്യുക. നമുക്ക് അസറ്റിൻ്റെ അണ്ടറിലാണല്ലോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണ്ടത്. അതായത് അസറ്റിൻ്റെ അണ്ടറിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് ഓഫ് അക്കൗണ്ടിലുള്ള ആ ലെഡ്ജേഴ്സ് ഇവിടെ വിസിബിളായിട്ട് വരും. ഓക്കെ, ഇനി ഏതിൻ്റെ അണ്ടറിലാണോ നമുക്ക് വേണ്ടത്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അണ്ടർ സെയിം ലെവലിലാണ് നമുക്കൊരു മറ്റൊരു ലെഡ്ജർ വേണ്ടത്. അപ്പോൾ അതിന് താഴെ കണ്ടോ, പ്ലാന്റ് ആൻഡ് മെഷീനറി സെലക്ട് ചെയ്യുക, താഴെ ആഡ് സെയിം ലെവൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കോഡ് കൊടുക്കുക, നെക്സ്റ്റ് കോഡ് കൊടുക്കുക, ദെൻ അക്കൗണ്ടിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടൈപ്പ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇത് ആക്റ്റീവ് അക്കൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു ബിൽഡിംഗ് ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയി നോക്കിയാൽ അവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ളൊരു പുതിയ ലെഡ്ജർ ഇവിടെ ക്രിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടും എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോവുക, അസറ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക, ചൂസ് ചെയ്യുക. റൈറ്റ് ബട്ടണിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടണിൽ അഡ്വാൻസിൽ ഡിലീറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഡ്ജർ ഇവിടുന്ന് പോയി. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ വന്ന് നോക്കിയാൽ നമുക്ക് ആ ലെഡ്ജർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വൺസ് ഇതിലേക്കൊരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലെഡ്ജറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെയിമും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുകൂടാതെ അപ്പോൾ ഇങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് നമുക്ക് SAP ബിസിനസ് വണ്ണിൽ വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. നമുക്കൊരു കൺട്രോൾ അക്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കൺട്രോൾ അക്കൗണ്ട് ഈ ഗ്രീൻ കളറിൽ കണ്ടില്ലേ, കൺട്രോൾ അക്കൗണ്ടാണത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ലെഡ്ജേഴ്സ് മാപ്പ് ചെയ്ത് കൊടുക്കാം. ആ മാസ്റ്ററിന് ലെഡ്ജറിൽ മാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്, ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ അക്കൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൺട്രോൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ അസറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ SAP ബിസിനസ് വണ്ണിൽ നമ്മൾ കസ്റ്റമറിൻ്റെ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണമായി ഒരു മാസ്റ്റർ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു മാസ്റ്ററാണ്. ഓക്കെ, ഈ മാസ്റ്ററിൻ്റെ അണ്ടറിൽ ഈ അക്കൗണ്ടിങ് ടാബ് കണ്ടോ, അക്കൗണ്ടിങ് ടാബിൻ്റെ അണ്ടറിൽ നമ്മളിവിടെ
ഒരു അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞ ലെഡ്ജർ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ ലെഡ്ജർ മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കറക്റ്റ് ലെഡ്ജേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ കൺട്രോൾ അക്കൗണ്ട് ടിക്ക് ഇടും. ഈ കൺട്രോൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇടും. ഇങ്ങനെ ടിക്ക് ഇടുന്ന അക്കൗണ്ട്സ് മാത്രമാണ് നമുക്ക് മാസ്റ്ററിലേക്കൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അസറ്റിൽ ക്രിയേറ്റ് ചെയ്ത പോലെ ഓരോ ഹെഡിൽ ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ ഈ ഓരോ ഹെഡിലും നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ടതിനനുസരിച്ചുള്ള എല്ലാ ലെഡ്ജേഴ്സും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ പറ്റിയിട്ട് ഇത്രയാണ് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. SAP ബിസിനസ് വണ്ണിൻ്റെ ഒരു കോർ ഏരിയയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. SAP ബിസിനസ് വണ്ണിൻ്റെ എന്നല്ല, ഒരു ടോട്ടൽ ഒരു ബിസിനസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.